PMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. PM ശ്രീ CPIM വഴങ്ങുന്നു, ധാരണാപത്രം മരവിപ്പിക്കുന്നുവെന്നറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകും. PM ശ്രീയിൽ CPIM വഴങ്ങുന്നുവെന്ന വിവരം, ധാരണാപത്രം മരവിപ്പിക്കുന്നുവെന്നറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകും. കത്തിന്റെ കരട് MA ബേബി CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ചുകൊടുത്തു. കത്ത് CPI സംസ്ഥാന നേതൃത്വം പരിശോധിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കടുത്ത നടപടിയിലേക്ക് CPI കടക്കുമെന്നിരിക്കെയായിരുന്നു CPIMന്റെ നിർണായക നീക്കം. MA ബേബിയുടെ മധ്യസ്ഥതയിലാണ് ഒത്തുതീർപ്പിന് വഴങ്ങുന്നത്. PM ശ്രീ ധാരണാപത്രം മരവിപ്പിക്കണം എന്നായിരുന്നു CPI മുന്നോട്ട് വെച്ച പ്രധാന ഉപാധി. ആ ഉപാധിക്ക് വഴങ്ങുന്നതായാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട കത്തിന്റെ കരട് CPIM തയ്യാറാക്കി CPI നേതൃത്വത്തിന് കൈമാറുകയായിരുന്നു. മലയാളത്തിലുള്ള കത്ത് D രാജ CPI സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. കത്ത് നൽകിയാൽ മാത്രം പോരാ, കേന്ദ്രത്തിന് നൽകുന്ന കത്ത് സംസ്ഥാന സർക്കാർ തന്നെ നൽകണം. അങ്ങനെ നൽകുന്ന കത്ത് പരസ്യപ്പെടുത്തണം. അതായത് കത്ത് നൽകിയ വിവരം മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ പരസ്യപ്പെടുത്തണം എന്നാണ് CPIയുടെ നിലപാട്. കത്ത് CPI ദേശീയ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അവൈലബിൾ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ഉടൻ ചേരും. തലസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകൾ നടന്നിരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജനറൽ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തുള്ള അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേരുകയും ചെയ്തു. PM ശ്രീയിൽ സമവായം, മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കും, ധാരണാപത്രം. PM ശ്രീ പദ്ധതിയിൽ CPI സമ്മർദ്ദത്തിന് വഴങ്ങി CPIM. പദ്ധതി നടപ്പിലാക്കുവാൻ കേന്ദ്രവുമായി ഒപ്പുവച്ച ധാരണാപത്രം മരവിപ്പിക്കും. മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുവാൻ CPI-CPIM ധാരണയിലെത്തി. മന്ത്രിസഭാ ഉപസമിതി വിഷയം പഠിക്കും. അതുവരെ കരാർ മരവിപ്പിക്കുമെന്ന് കേന്ദ്രത്തെ അറിയിക്കും എന്നാണ് CPIM CPIയെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുവാൻ CPI മന്ത്രിമാർ തീരുമാനിച്ചു. രാവിലെ മുതൽ തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ജനറൽ സെക്രട്ടറി MA ബേബിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നടത്തിയ മാരത്തൺ ചർച്ചയിൽ CPIM തീരുമാനമെടുത്തു. പദ്ധതി മരവിപ്പിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കത്ത് നൽകും. ഈ കത്തിന്റെ കരട് CPIM ജനറൽ സെക്രട്ടറി MA ബേബി CPIയുടെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. മോദിയോട് വലിയ ബഹുമാനം, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുമായി ഉടൻ വ്യാപാര കരാർ ഉണ്ടാക്കുമെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദക്ഷിണ കൊറിയയിൽ APEC CEOമാരുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ട്രംപിന്റെ പരാമർശങ്ങൾ. മോദിയോട് തനിക്ക് വലിയ ബഹുമാനമാണുള്ളതെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയ്ക്ക് മേലുള്ള ഇറക്കുമതി തീരുവ 50% നിന്നും 15% കുറച്ചേക്കും എന്നാണ് വിവരം. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും മേൽ 250% തീരുവ ചുമത്തുമെന്ന് താക്കീത് നൽകിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചതെന്നും ട്രംപ് ആവർത്തിച്ചു. ഞാൻ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവുമുണ്ട്. ഞങ്ങൾക്ക് മികച്ച ബന്ധവുമുണ്ട്, ട്രംപ് പറഞ്ഞു. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മോദിയെ മഹത്തായ വ്യക്തിയെന്നും മികച്ച സുഹൃത്ത് എന്നും ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു. ദീർഘകാലാടിസ്ഥാനത്തിലാണ് ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുക. സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കില്ല. തീരുവ ഏർപ്പെടുത്തിയാൽ എങ്ങനെ മറികടക്കാമെന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരുന്നു. US മറ്റ് രാജ്യങ്ങളും തമ്മിൽ പ്രഖ്യാപിച്ച മറ്റ് കരാറുകളെപ്പോലെ ഇന്ത്യ-US വ്യാപാര കരാറും ഒരു പരമ്പരാഗത സ്വതന്ത്ര വ്യാപാര കരാർ ആയിരിക്കില്ലെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മഴ മാറിയാൽ പ്രശ്നം പരിഹരിക്കും. കൊയിലാണ്ടി നന്ദി സർവീസ് റോഡിലെ കുഴിയിൽ കൈ കഴുകി കരാർ കമ്പനി. അപകടങ്ങൾ തുടർക്കഥയാകുന്ന കോഴിക്കോട് കൊയിലാണ്ടി നന്ദി സർവീസ് റോഡിലെ കുഴിയിൽ കൈ കഴുകി കരാർ കമ്പനി. കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് കുഴി നന്നാക്കുവാൻ സാധിക്കാത്തതെന്നും അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുമാണ് വഗാഡ കമ്പനിയുടെ നിലപാട്. അപകടങ്ങൾ പതിവാകുന്ന സ്ഥലത്ത് പ്രതിഷേധങ്ങൾ തുടരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. രണ്ടാഴ്ചയ്ക്കിടയിൽ 11ാമത്തെ അപകടമാണ് നന്ദി സർവീസ് റോഡിൽ ഇന്നലെ വൈകുന്നേരം നടന്നത്. തലനാരിഴയ്ക്കാണ് കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും ബസ് യാത്രക്കാരും രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങൾ സഹിതം പുറത്തുവന്നിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രതിസന്ധി പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ദേശീയപാത അതോറിറ്റി തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനി ഓഫീസായ വഗാഡ ഉപരോധിച്ചു. പ്രതികൂലമായ കാലാവസ്ഥയായതിനാലാണ് പ്രവൃത്തി വൈകുന്നതെന്നും മഴ മാറിയാൽ നിർമ്മാണം ആരംഭിക്കാമെന്നുമാണ് കരാർ കമ്പനി വഗാഡ നൽകുന്ന വിശദീകരണം.
PM ശ്രീ ധാരണാപത്രം മരവിപ്പിക്കുവാനുള്ള തീരുമാനം ആത്മഹത്യാപരം കെ സുരേന്ദ്രൻ. PM ശ്രീയിൽ CPIM വഴങ്ങുന്നുവെന്ന വാർത്തയിൽ പ്രതികരണവുമായി BJP നേതാവ് കെ സുരേന്ദ്രൻ. ആത്മഹത്യാപരമായ തീരുമാനമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി നടപ്പാക്കുവാൻ തീരുമാനിച്ച ശേഷം സ്വന്തം മന്ത്രിസഭയിലെ ഒരു ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയുടെ എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കുന്നുവെന്ന് പറയുന്നത് അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഉറച്ച നിലപാടുള്ള സർക്കാരാണ്, എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചു പോകുന്ന സർക്കാരാണെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയൻ ഗവൺമെന്റിനുള്ള തിരിച്ചടിയാണിത്. PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് CPIMന് കാര്യങ്ങൾ ബോധ്യമായി എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. NEPയെ സംബന്ധിച്ച് ഞാൻ പഠിച്ചു. ഇതിൽ അപാകതയൊന്നുമില്ല. ഇതിനകത്ത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു കാര്യവുമില്ല. കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുവാൻ പറ്റുന്ന ഒരു പദ്ധതിയാണെന്നും മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ അതിൽ ഒപ്പുവച്ചിരിക്കുന്നത്. മാത്രമല്ല 2024 തന്നെ സർക്കാർ കൃത്യമായി സമ്മതപത്രം നേരത്തെ അറിയിച്ചതുമാണ്. PM ശ്രീയുടെയും NEPയുടെയും ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഇതിനോടകം കേരളത്തിൽ നടപ്പാക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ഇടതുമുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവുമാണ് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എളുപ്പത്തിൽ സർക്കാരിന് പിന്മാറുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. PMCയുടെ MOUവിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ പിന്മാറാം. പക്ഷേ സംസ്ഥാന സർക്കാരിന് പിന്മാറുവാനുള്ള ഒരു ഓപ്ഷനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, അദ്ദേഹം വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. CPIM മയക്കുവെടി വെച്ച് മയക്കുവാനുള്ള ശ്രമം, ധാരണാപത്രം റദ്ദാക്കുവാൻ ഇനി കേന്ദ്രത്തിനെ അധികാരമുള്ളൂ സണ്ണി ജോസഫ്. PM ശ്രീ വിഷയത്തിൽ CPIM മയക്കുവെടി വെച്ച് മയക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ധാരണാപത്രം റദ്ദാക്കുവാൻ ഇനി കേന്ദ്രത്തിനെ അധികാരമുള്ളൂ. രാഷ്ട്രീയ ഒത്തുതീർപ്പിനുള്ള അടവ് നയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. RSS കമ്മ്യൂണിസ്റ്റ് ബന്ധം പകൽ പോലെ വ്യക്തം. കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പിന്മാറ്റം സൂചിപ്പിച്ച് കേന്ദ്രത്തിന് കത്തയക്കുവാൻ സർക്കാർ തലത്തിൽ ആലോചന. കേന്ദ്രത്തിന് കത്തയക്കാമെന്ന സമവായം CPIക്ക് മുൻപിൽ വയ്ക്കാനാണ് CPIMന്റെ നീക്കം. വിഷയം ചർച്ച ചെയ്യുവാനായി മുന്നണി യോഗവും ഉടൻ വിളിക്കും. കരാറിന്റെ ധാരണാപത്രം റദ്ദാക്കുവാൻ കത്ത് നൽകും. ഇക്കാര്യത്തിൽ പിന്നീടുള്ള തീരുമാനം എടുക്കേണ്ടത് കേന്ദ്രമാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന കടുത്ത നടപടിയിലേക്ക് CPI കടക്കുമെന്നിരിക്കെയായിരുന്നു CPIMന്റെ നിർണായക നീക്കം. MA ബേബിയുടെ മധ്യസ്ഥതയിലാണ് ഒത്തുതീർപ്പിന് വഴങ്ങുന്നത്. PM ശ്രീ ധാരണാപത്രം മരവിപ്പിക്കണം എന്നായിരുന്നു CPI മുന്നോട്ട് വച്ച പ്രധാന ഉപാധി. ആ ഉപാധിക്കാണ് വഴങ്ങുന്നതായി വിവരം. ഇതുമായി ബന്ധപ്പെട്ട കത്തിന്റെ കരട് CPIM തയ്യാറാക്കി CPI നേതൃത്വത്തിന് കൈമാറുകയായിരുന്നു. രണ്ടും കൽപ്പിച്ച് ടാറ്റ സിയറയുടെ അവതരണം അടുത്ത മാസം. ടാറ്റ സിയറയുടെ അവതരണത്തിന് തീയതി കുറിച്ച് ടാറ്റ. ഇന്ത്യയിൽ നവംബർ 25-ന് വാഹനം അവതരിപ്പിക്കും എന്നാണ് കമ്പനി അറിയിക്കുന്നത്. ICE പതിപ്പായിരിക്കും ആദ്യം വിപണിയിലെത്തുക. പിന്നാലെ ഈ മോഡലിന്റെ ഇലക്ട്രിക് പതിപ്പും വിപണിയിലെത്തിക്കും. ടാറ്റയുടെ മോഡൽ നിരയിൽ കർവിനും ഹാരിയറിനും ഇടയിലായിരിക്കും ഈ മിഡ് സൈഡ് SUV സ്ഥാനം പിടിക്കുക. ഹ്യുണ്ടായി ക്രെറ്റ, മാരുതി ഗ്രാൻഡ് വിറ്റാര, ഹോണ്ട എലിവേറ്റ് തുടങ്ങിയ മോഡലുകളായിരിക്കും വിപണിയിലെ സിയറയുടെ മുഖ്യ എതിരാളികൾ. 2023 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ഈ വാഹനത്തിന്റെ കൺസെപ്റ്റ് ടാറ്റ മോട്ടോഴ്സ് ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. പിന്നീട് 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ സിയറയുടെ പ്രൊഡക്ഷൻ പതിപ്പും പ്രദർശിപ്പിച്ചിരുന്നു. ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, ഇൻഫർടൈൻമെന്റിനായി ഒരു വലിയ സെൻട്രൽ ടച്ച് സ്ക്രീൻ, മുൻവശത്തെ യാത്രക്കാർക്കായി ഒരു അധിക സ്ക്രീൻ എന്നിവ ഉൾപ്പെടുന്ന 3 സ്ക്രീൻ ലേഔട്ട് ടാറ്റ സിയറ ICEയിൽ ഉണ്ടായിരിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.